ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സൂചന: शाहंशाह अकबर को कौन सिखाएगा लोककथा, यह अंश पढ़ें और 1 से 3 तक के प्रश्नों के उत्तर लिखिए. എന്താണ് ഷാഹംഷാഹ് അക്ബർക്കോ കോൺ സിക്കായേക്ക എന്ന ലോകകഥ വായിച്ച് അതിൻ്റെ ഒരു ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അത് വായിച്ചു 1 മുതൽ 3 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഇൻ സബ്ക ക്യാ മത്ലബ് ഹേ, ഷാഹംഷാഹ് ഗർജെ. എന്താണ് ഇൻ സബ്ക ക്യാ മത്ലബ്? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഷാഹംഷാഹ് ഗർജ്. ഷാഹംഷാഹ് എന്താണ്? ഗർജിച്ചു. മേംനെ തുംസെ ഐസെ ലോഗോं को लाने के लिए कहा था जो मुझे कुछ सिखा सके और तुम्हें मेरा महल राज्य की आधी जनता से भर दिया. എന്താണ് പറയുന്നത്? मैंने तुमसे ऐसे लोगों को लाने के लिए कहा था कि जो मुझे कुछ सिखा सके और तुम मेरा महल राज्य की आधी जनता से भर दिया. അതായത് എന്താ പറയുന്നത് കൂട്ടുകാരെ? എന്നെ പഠിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ കൊണ്ടുവരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്തത്? രാജിക്ക് ആദി ജനദാസെ ബർദിയ. നിങ്ങളെന്താണ് നിങ്ങൾ എൻ്റെ കൊട്ടാരൻ രാജ്യത്തിലെ പകുതി ആളുകളെ കൊണ്ട് നിറച്ചു. മാഫി ചാഹ്ത അബ് ജവാദ് ദോ. എന്താണ് നിങ്ങൾ ഉത്തരം പറയൂ എന്ന് പറയുകയാണല്ലേ. അബ് ജവാദ് ദോ. ദെൻ മാഫി ചാഹ്താഹും. എന്താണ്? ക്ഷമിക്കണം. जहांपना मैंने तो बस आपके आदेशों को पालन किया, बीरबल ने जवाब दिया. എന്താണ്? ജഹൻപാന മേംനെ തോ ബസ് ആപ്കെ ആദേശോं को പാലൻ കിയ. ഞാൻ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു. ബീർബലിനെ ജവാബ് ദിയ. ബീർബൽ റിപ്ലൈ പറഞ്ഞു, മറുപടി പറഞ്ഞു. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? മേര മേം നിഹിത് സർവനാമ് കോൻ ഹേ. മേര എന്ന വാക്കിൽ നൽകിയിട്ടുള്ള സർവനാമം എന്നതിൽ അടങ്ങിയിട്ടുള്ള സർവനാമം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മേര എന്ന വാക്കിലല്ലേ അടങ്ങിയിരിക്കുന്ന സർവനാമം ഏതാണ്? അതെ, മേമാണ്. ആൻസർ എന്താണ്? മേം. ദെൻ അഥവാ നോക്കൂ. തുമ്നെ മേരാ മഹൽ രാജ് കി ആദി ജനതാ സെ ഭർ ദിയാ ഹേ. തുമ്മേ മേര, നിങ്ങളെൻ്റെ മേരാ മഹൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെൻ്റെ കൊട്ടാരം രാജ്യക്ക് ആദി ജനതാ സെ ഭർ ദ. കൊട്ടാരത്തിൽ എന്താണ് രാജ്യത്തിലെ പകുതി ആളുകളെ കൊണ്ട് നിറച്ചോ. ഭർ ദിയ. യഹ് കിസ്നെ കഹ. അങ്ങനെ ആരാണ് പറഞ്ഞത്? ആരാണ്? അതെ, അക്ബറിനെ കഹ. അക്ബർ അല്ലേ പറഞ്ഞത്? ആൻസർ എന്താണ്? അക്ബറിനെ കഹ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷാഹംഷാഹ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഷാഹംഷാഹ് ക്രോധ് ഹോനെ കാ കാരൺ ക്യാ താ. ഷാഹൻഷാഹിന് ദേഷ്യം വരാനുള്ള ക്രോധം വരാനുള്ള കാരണം എന്തായിരുന്നു? കോപത്തിൻ്റെ കാരണം എന്തായിരുന്നു? അതെ, ഷാഹംഷാഹ് അക്ബർ ने बीरबल से कहा कि आप दुनिया के हर चीज़ को सीखना चाहता है. അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറയുക എന്താണ്? आप दुनिया के हर चीज़ को सीखना चाहता है. ഞാൻ ഈ ലോകത്തിലെ എല്ലാം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ. കിസ്ലിയെ ദർബാർ തരഹ് തരഹ് ലോകോം സെ ഭരാ ഹുവാ. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ എങ്ങനെയാണ് പലതരത്തിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞത്. യഹി ഷാഹംഷാഹ്ക്കോ ക്രോധ് ഹോനെ കാ കാരൺ ദ. ഇതാണ് ഷാഹംഷാഹിന് എന്താണ് ദേഷ്യം തോന്നാനുള്ള, അതായത് കോപം വരാനുള്ള കാരണം. ഓക്കെ, എന്താണ്? ഷാഹൻഷാഹ് അക്ബർ ने बीरबल से कहा कि आप दुनिया की ही हर चीज़ को सीखना चाहता है, इसलिए दरबार तरह तरह के लोगों से भरा हुआ था. यही शाहनशाह को क्रोध होने का कारण था. ओके, द नेक्स्ट क्वेश्चन നോക്കാം. अकबर ने हर चीज़ को सीखना चाहते थे, इससे उनका कौन सा मनोभाव प्रकट होता है. എന്താണ്? അക്ബറിന് എന്താണ്? അക്ബർ ഹർ ചീസ് കോ സീഖ്ന ചാഹത. എല്ലാതും പഠിക്കാൻ ആഗ്രഹിച്ചു. ഉസ്സെ ഉസ്കാ കോൺ സാ മനോഭാവ് പ്രകട് കർത്താ ഹേ. ഇതിൽ അദ്ദേഹത്തിൻ്റെ ഏത് വികാരമാണ് ഇതിലൂടെ നമ്മളോട് വെളിപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വികാരമാണ്? അദ്ദേഹത്തിൻ്റെ എളിമ തന്നെയാണല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം.
केदन मറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് നോക്കാം. सितंबर 14 हिंदी दिवस को आपके स्कूल में ज्ञानमार्ग एकांकी का मंचन होने वाला है. इसके लिए एक പോസ്റ്റർ തയ്യാർ കരേം. എന്താണ്? സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ് നിങ്ങളുടെ സ്കൂളിൽ എന്താണ് ജ്ഞാനമാർഗ് എന്ന ഏകാഭിനയ നാടകം അരങ്ങേറാൻ പോവുകയാണ്. ഇസ്കേലിയെ ഒരു പോസ്റ്റർ തയ്യാർ കരേം. ഇതിനു വേണ്ടി ഒരു പോസ്റ്റർ നിങ്ങളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ബോർഡറൊക്കെ വരച്ച് ചിത്രം വരയ്ക്കാൻ അറിയാവുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യാം? ചിത്രമൊക്കെ വരച്ച് എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് എഴുതാം. GHS കാസർഗോഡ് ഹിന്ദി ദിവസ് സമാരോഹ് കെ സിൽസിലെ സെ അസ്കർ വജാഹത് की ഏകാംഗി ज्ञानमार्ग का मंचीकरण. देन 14/9/2021 सुबह 10:30 बजे. देन स्कूल सभा भवन सबका हार्दिक स्वागत ഹിന്ദി മഞ്ച്. ഇതുപോലെ എഴുതി കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സുഖദുഃഖ് കവിതാ की पंक्तियां पढ़ें और 6 से 8 तक के प्रश्नों के उत्तर लिखें. എന്താണ്? സുഖദുഃഖ് എന്ന കവിതയുടെ വരികളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. സുഖദുഃഖ് के मधुर मिलन से यह जीवन हो परिपूर्ण, फिर गन में ओझल हो शशि, फिर शशि से ओझल हो गन. ഓക്കെ, ഓജൽ ക അർത്ഥ ക്യാ ഹെ? ഓജൽ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യെസ്, എന്തൊക്കെയാണ്? സന്തുഷ്ടഹോ, അപ്രത്യക്ഷഹോ, അസന്തുഷ്ടഹോ, പരിപൂർണഹോ എന്ന് നൽകിയിട്ടുണ്ട്. ഇതിലേതാണ് ഓജൽ ഹോ എന്നുള്ളതിൻ്റെ അർത്ഥം? അതെ, പ്രത്യക്ഷഹോ. എന്താണ്? അപ്രത്യക്ഷഹോ. ആൻസർ എന്താണ്? അപ്രത്യക്ഷഹോ. ഓക്കെ, ഇതിന് 7ാമത്തെ ചോദ്യം നോക്കൂ. മധുർ മിലൻ സെ വിശേഷൺ ശബ്ദ് കോൺസാ ഹെ? മധുർ മിലൻ മേം വിശേഷൺ ശബ്ദ്. മധുർ മിലൻ എന്നുള്ള വേർഡിൽ വിശേഷൺ ശബ്ദം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാമല്ലോ ഏതാണ്? അതെ, മധുർ ആണല്ലേ. मधुर मिलन में विशेषण शब्द कौन सा है? अदे मधुर. देन कवि के अनुसार हमारा जीवन कैसे परिपूर्ण हो जाता है? കവിയുടെ അഭിപ്രായത്തിൽ ഹമാരാ ജീവൻ, നമ്മുടെ ജീവൻ കൈസേ പരിപൂർണ്ണ, എങ്ങനെയാണ് പരിപൂർണമാകുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? യെസ്, കവി കെ അനുസാർ ഹമാരാ ജീവൻ സുഖ ദുഃഖെ മധുർ മിലൻ സെ പരിപൂർണ്ണ ഹോ ജാത്താ ഹെ. കവിയുടെ അഭിപ്രായത്തിൽ എന്താണ്? നമ്മുടെ ജീവൻ എന്താണ്? സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മധുരമായ ഐക്യം നിറഞ്ഞതാകുന്നു. ഓക്കെ, കവി കെ അനുസാർ ഹമാരാ ജീവൻ സുഖ ദുഃഖെ മധുർ മിലൻ സെ പരിപൂർണ്ണ ഹോ ജാത്താ ഹെ. ओके, देन നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. സൂചന. पिता का प्रायश्चित संस्मरण का सारांश पढ़ें और प्रश्नों के प्रश्न 9 और 10 के उत्तर लिखें. എന്താണ്? पिता का प्रायश्चित എന്ന സംസ്മരണയുടെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വായിച്ച് 9ഉം 10ഉം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. അരുൺ ഗാന്ധിജി അപ്ന പിതാക്കെ സാത് കാർ സെ ഷഹർ ഗയേ. എന്താണ്? അച്ഛനോടൊപ്പം അരുൺ ഗാന്ധി എങ്ങോട്ടേ? കാറിൽ പട്ടണത്തിലേക്ക് പോയി. ഉനേം ഏക് മീറ്റിംഗ് കി ജഗഹ് ചോഡ്കർ അരുൺ ഗാന്ധി സിനിമ ദേഖ്നെ ഗയേ. അദ്ദേഹത്തെ എന്താണ് അവിടെ വിട്ടുകൊണ്ട്, യോഗസ്ഥലത്ത് മീറ്റിംഗ് സ്ഥലത്ത് വിട്ടുകൊണ്ട് ഗാന്ധി സിനിമ ദേഖ്നെ ഗയേ. ഗാന്ധിജി അരുൺ ഗാന്ധി എന്ത് ചെയ്യാണ്? സിനിമ കാണാൻ പോയി. പിതാജിനെ ഉൻസെ 5 ബജെ വാപ്പസ് ആനേക്കോ കഹാത. പിതാജി എന്താണ് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അദ്ദേഹത്തോട് 5 മണിക്ക് തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേക്കിൻ അരുൺ ഗാന്ധി ദേസെ വാപ്പസ് പഹുഞ്ചെ ഓർ ഉൻസെ ചൂട്ട് മില. എന്താണ് ഉണ്ടായത്? ലേക്കിൻ എന്നാൽ അരുൺ ഗാന്ധി എന്നാൽ എന്താണ്? അരുൺ ഗാന്ധി എങ്ങനെയാണ് വൈകിയാണ് തിരിച്ചെത്തിയത്. എന്നിട്ട് എന്ത് ചെയ്തു? ഓർ ഉൻസെ ജൂട്ട് പോലെ, വൈകി എത്തിയത് കൊണ്ട് തന്നെ അരുൺ ഗാന്ധി എന്ത് നുണ പറഞ്ഞു. അപ്പിനെ പുത്രിക്ക് ഗലത്തി സമജ്കർ പിതാജി പ്രായശ്ചിത്യ രൂപമേ വാപ്പസ് പൈതേ ചലനെ ലഗേ. എന്താണ്? അപ്പനെ പുത്രിക്ക് ഗലത്തി സമജ്കർ, തൻ്റെ പുത്രൻ്റെ തെറ്റ് മനസ്സിലാക്കിയത് കൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു? പ്രായശ്ചിത്തമായിട്ട് വാപ്പസ് പൈതൽ ചലനയിലേക്ക് തിരിച്ച് നടക്കാൻ തുടങ്ങി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഉസ് ദിൻ അരുൺ ഗാന്ധിനെ നിർണയ ലിയാത മേ കബി ചൂട്ട്നെ ഹി ബോലൂങ്ക ക്യോ. അന്ന് അരുൺ ഗാന്ധി എന്താ തീരുമാനിച്ചത്? ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ടാണ്? ക്യോം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിക്കാൻ കാരണം?
യെസ്, അരുൺ ഗാന്ധി പിതാജി സെ ചൂട്ട് ബോല. അരുൺ ഗാന്ധി എന്താണ്? ആ അച്ഛനോട് കള്ളം പറഞ്ഞു. ഇസി കാരൻ സെ പിതാജി അപ്നെ പുത്ര കോ ഗലത്തി സമझ पर പ്രായശ്ചിത് കെ രൂപമേ വാപ്പസ് പൈദൽ ചലെ. ഇസി കാരൻ സെ കാരണം കൊണ്ട് പിതാജി അപ്നെ പുത്രയ്ക്ക് ഗലത്തി സമझ पर തൻ്റെ പുത്രൻ്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാണ്? പ്രായശ്ചിത്തം ചെയ്യാണല്ലേ, കാൽനടയായിട്ട് മടങ്ങുകയാണ്. ഇസി ഘടന സെ അരുൺ ഗാന്ധിനെ ഐസ നിർണയ ലിയ. ഈ സംഭവത്തിന് ശേഷമാണ് എന്ത്? അരുൺ ഗാന്ധി ഇത്തരമൊരു ഐസ നിർണയ ലിയ, ഇത്തരമൊരു തീരുമാനം എടുത്തത്. ഓക്കെ, അപ്പോൾ ആൻസർ എഴുതാമല്ലോ കൂട്ടുകാർക്ക്. ഇതുപോലെ നമുക്കിവിടെ സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്, അത് എഴുതിയാൽ മതി. ഓക്കെ, അരുൺ ഗാന്ധി പിതാജി സെ झूठ बोला, इसी कारण से पिताजी अपने पुत्र को गलती समझकर प्रायश्चित के रूप में वापस पैदल चले. इसी घटना से अरुण गांधी ने ऐसा निर्णय लिया. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അരുൺ ഗാന്ധിക്ക് ഉസ് ദിൻക്ക് ഡയറി ലിഖേമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അരുൺ ഗാന്ധിയുടെ അന്നത്തെ ദിവസത്തെ ഡയറി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? യെസ്, ഡേറ്റ് എഴുതണം അല്ലേ. ഡേറ്റും ഡേയും ഒക്കെ എഴുതിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡയറി എഴുതാൻ. ഓക്കെ, നമുക്ക് എഴുതാം 13/2/2022. ആജ് കൈസ ദിന്ത. ഇന്ന് എങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു? ആജ് ക ദിൻ മേം കൈസേ പോലും. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും? മേരെ ബാത്തോ മേം കിസ്സേ കഹും. മേരി ബാത്തേമേ കിസ്സേ കഹും. ഞാൻ എൻ്റെ വാക്കുകളൊക്കെ ആരോട് പറയും? ഡയറിമേം ലിഖ്താഹും. ഡയറിയിൽ ഞാൻ എഴുതുകയാണ്. പിതാജിക്കു ആജ് ഷഹർ മേം ഏക്ക് മീറ്റിംഗ്. പിതാജിക്ക് എന്താണ്? അന്ന് പട്ടണത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഉനേ മേംനെ കാർ സെ ഷഹർ ജോഡ. ഉനേ മേംനെ കാർ സെ ഷഹർ ജോഡ. എന്താണ് പറയുന്നത്? ഞാൻ അദ്ദേഹത്തെ എന്താണ് നഗരത്തിൽ കാറിൽ ഇറക്കി. ഷാം 5 ബജെ ഉനേ ലേനെ ജാനാദ. വൈകിട്ട് 5 അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോകണം. ലേക്കിൻ ഏക്ക് സിനിമ ദേക്കർ മേ സമയം ഭൂൽ ഗയ. എന്നാൽ എന്താണ്? ഞാനൊരു സിനിമ കണ്ടത് കൊണ്ട് എന്താണ്? എല്ലാം മറന്നുപോയല്ലേ. സമയം ഭൂൽ ഗയ, കാര്യങ്ങളെല്ലാം മറന്നുപോയി. ദേരിക്കെ കാരൻ പൂജ്നെ സെ ചൂട്ട് പോലാക്കി കാർ ടീക്കെ കർക്കെ ഗൗരിത് സെ സഹി മില. എന്താണ് പറയുന്നത്? പക്ഷേ എന്താണ് വൈകിയതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ഞാൻ ഗാരേജിൽ നിന്ന് കാർ ശരിയാക്കിയിട്ടില്ലെന്ന് കള്ളം പറഞ്ഞു. पर പിതാജി ബാത് പഹ്ലെ ഹി സമജ് ഗയേ. പക്ഷെ അച്ഛന് കാര്യം തന്നെ നേരത്തെ തന്നെ മനസ്സിലാക്കിയാൽ സാധിച്ചിരുന്നു. പിതാജിനെ മേരെ ജൂഡ്കോ അപ്പനെ ഗലത്തി മാന. പിതാജി എന്താണ്? അച്ഛനെൻ്റെ നുണ തെറ്റായിട്ട് അംഗീകരിക്കുകയാണ്. പ്രായശ്ചിത് കർത്തേ ഹുയെ ഗർത്തക് പൈദൽ ചലെ. അദ്ദേഹം അതിൻ്റെ പ്രായശ്ചിത്തായിട്ട് എന്ത് ചെയ്തു? ഗർത്തക് വീട് വരെ എന്താണ്? നടന്നു വന്നു. മേ യഹ് നിശ്ചയിക്കിയാഹും कि कभी झूठ नहीं बोलूँगा. मैं यह निश्चय किया हूँ कि कभी झूठ नहीं बोलूँगा. അപ്പോൾ ഞാൻ എന്താണ്? ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ അന്നത്തെ സംഭവങ്ങളൊക്കെ എഴുതി ഒരു ഡയറി എഴുതാവുന്നതാണ്. ഓക്കെ.